ഹലോ, വെൽക്കം ബാക്ക്. ഞാൻ ഡോക്ടർ നൈസി. ഇന്ന് പലർക്കും നല്ല സുപരിചിതമായ ഇളനീർ കുഴമ്പിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കാലാകാലങ്ങളായിട്ട് കേരളത്തിലുള്ളവർ കണ്ണിന് എന്ത് അസുഖം വന്നാലും കടയിൽ പോയി വാങ്ങിച്ച് യൂസ് ചെയ്യുന്ന ഒന്നാണ് ഇളനീർ കുഴമ്പ്. ആയുർവേദത്തിൻ്റെ പ്രചാരം ഏറി വരുന്നതോടുകൂടി ഇങ്ങനെയുള്ള ചില മെഡിസിൻസ്, ഇളനീർ കുഴമ്പ് പോലുള്ള മെഡിസിൻസ് കടയിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കുന്ന ധാരാളം ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ പലർക്കും അറിയില്ലാതെ എത്ര കാലമാണ് ഉപയോഗിക്കേണ്ടത്, എത്ര ഡോസേജിലാണ് ഉപയോഗിക്കേണ്ടത്, ഏതൊക്കെ കണ്ടീഷൻസിലാണ് ഉപയോഗിക്കേണ്ടതെന്ന്. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളതാണ് ഈ വീഡിയോ. ഇളനീർ കുഴമ്പിനെ നാളികേര മഞ്ചനമെന്നും, കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട ദ്രവ്യമായിട്ട് വരുന്നത് കരിക്കിൻ വെള്ളം അല്ലെങ്കിൽ ഇളനീരാണ്. അതുപോലെ ധാർവ്യാദി അഞ്ജനം എന്നൊരു പേരും കൂടെയുണ്ട്. ധാർവ്യ എന്ന് പറഞ്ഞാൽ മരമഞ്ഞൾ തൊലി, അതും ഒരു പ്രധാന ദ്രവ്യമായിട്ട് വരുന്നതാണ് ഇളനീർ കുഴമ്പ്. ഇതിൻ്റെ ഒരു നിർമ്മാണ വിധി ഒരു കുഴമ്പ് രൂപത്തിലാണ്. ഇളനീർ കുഴമ്പ് കണ്ടിട്ടുള്ളവർക്കറിയാം, ഒരു കുഴമ്പ് രൂപത്തിൽ എണ്ണയുടെയും ഒക്കെ ഒരു പോലെയാണ് ഇതിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ലേഹ്യത്തിൻ്റെ കുറച്ചും കൂടെ ലിക്വിഡ് സ്റ്റേറ്റിലാണ് ഇതിരിക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻസിലൊക്കെ ഓരോ പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് കണ്ടാലോ. ഇളനീർ കുഴമ്പിൻ്റെ പ്രധാന ചേരുവ കരിക്കിൻ വെള്ളമാണ്. വെള്ളം കൂടുതലുള്ള കരിക്കിൽ നിന്ന് കരിക്കിൻ വെള്ളം അരിച്ചെടുത്ത് ശേഷം മാറ്റി വയ്ക്കണം. ഇതിൽ വരുന്ന മറ്റ് ദ്രവ്യങ്ങൾ മരമഞ്ഞൾ തൊലി, കടുക്ക, നെല്ലിക്ക, താനിക്ക, ഇരട്ടി മധുരം, കഷായം വയ്ക്കാനും പൊടിച്ചു ചേർക്കാനായി ഇന്ദുപ്പും സൈന്ധവ ലവണവുമാണ്. ഇളനീർ കുഴമ്പ് ഉണ്ടാക്കാനായിട്ട് ആദ്യം മരമഞ്ഞൾ തൊലി, കടുക്ക, നെല്ലിക്ക, താനിക്ക, ഇരട്ടി മധുരം ഇവയെല്ലാം ചേർത്ത് കഷായം വെച്ചതിന് ശേഷം അരിച്ചെടുക്കണം. അതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന കരിക്കിൻ വെള്ളവും കൂടെ ചേർത്ത് നല്ലതുപോലെ കുറുക്കിയെടുത്താണ് ഇളനീർ കുഴമ്പ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ നല്ല കുഴമ്പ് പരുവത്തിലാവുമ്പോഴാണ് നമ്മൾ അടുപ്പിൽ നിന്ന് ഇളനീർ കുഴമ്പ് മാറ്റുന്നത്. നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമേ ഇതിലേക്ക് തേൻ ചേർക്കാവൂ. തേൻ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഇന്ദുപ്പും സൈന്ധവും കർപ്പൂരവും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇളനീർ കുഴമ്പ് റെഡിയായി. പിന്നെ ഇത് കുറച്ച് ദിവസങ്ങൾ അങ്ങനെ വെച്ചതിന് ശേഷം എന്നാൽ മാത്രമേ അതിൻ്റെ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടുകയുള്ളൂ. കുപ്പിയിലേക്ക് നമ്മൾ ഫില്ല് ചെയ്ത് മാറ്റുന്നു. കണ്ണിലെ പിത്ത കഫ ദോഷത്തെ ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് ഇളനീർ കുഴമ്പിന് കഴിയും. അതുകൊണ്ട് തന്നെ കണ്ണിൽ മറ്റ് അസുഖങ്ങളൊന്നും വരാതിരിക്കാനും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഐസൈറ്റ് കാഴ്ച മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, ദിനചര്യയുടെ ഭാഗമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഇളനീർ കുഴമ്പ് കൊണ്ടുള്ള അഞ്ജനം. നമ്മൾ ദിനചര്യ അണുതൈലം നസ്യത്തിനെ പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ഈ നസ്യം കഴിഞ്ഞിട്ടാണ് അഞ്ജനം പറയുക. അപ്പോൾ അതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ 1-2 തവണ കണ്ണിന് മറ്റ് അസുഖങ്ങളൊന്നും ഇല്ലാത്തവർ ഇളനീർ കുഴമ്പ് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കണ്ണിലുണ്ടാവുന്ന പലതരം ഇൻഫെക്ഷൻസ്, എന്തെങ്കിലും ഇറിറ്റേഷൻസ്, പിന്നെ പുക പോലെ ചില സമയത്ത് അധികം നേരം വെയിൽ കൊണ്ടാൽ അധികം പൊടി പൊല്യൂഷൻ ഒക്കെ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ കണ്ണിലൊരു മൂടൽ പോലെയൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നാറുണ്ട്. ഈ കണ്ടീഷൻസിലൊക്കെ കണ്ണ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇളനീർ കുഴമ്പ് യൂസ് ചെയ്യാവുന്നതാണ്. തിമിരത്തിൻ്റെ ആദ്യ സ്റ്റേജിൽ അത് വർദ്ധിക്കാതിരിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഇളനീർ കുഴമ്പ്. കണ്ണിലുണ്ടാവുന്ന കോർണിയൽ അൾസർ, അതുപോലെ ടെറിജിയം എന്ന് പറയുന്ന കണ്ണിൽ ദശ വളരുന്ന ഒരു അസുഖമുണ്ട്. ഇതിനെല്ലാം ഫലപ്രദമായിട്ട് ഉപയോഗിക്കാവുന്ന അതിൻ്റെ സ്റ്റഡികളൊക്കെ നടന്നിട്ടുണ്ട്. അങ്ങനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഇളനീർ കുഴമ്പ്. ഇനി ഇളനീർ കുഴമ്പ് ഫലപ്രദമായിട്ട് മറ്റ് സൈഡ് എഫക്ട്സ് ഒന്നും വരാതെ, കാരണം കണ്ണാണ്, നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം അഞ്ജനമൊക്കെ ആണെങ്കിലും ചെയ്യാനായിട്ട്. എങ്ങനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ നോക്കാം. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രിസ്ക്രിപ്ഷനൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു മെഡിസിനാണ് ഇളനീർ കുഴമ്പ്. അപ്പോൾ ഇങ്ങനെ ഇതുപോലുള്ള 10 ml 15 ml ഡ്രോപ്പറായിട്ടായിരിക്കും നമുക്ക് ഇളനീർ കുഴമ്പ് കിട്ടുക. അപ്പോൾ കണ്ണിലേക്ക് സാധാരണ കണ്ണിൽ തുള്ളി മരുന്ന് ഒഴിക്കുന്നത് പോലെ കണ്ണിലേക്ക് ഡയറക്റ്റായിട്ട് കോർണിയയുടെ അവിടെ പോയി ഒഴിക്കുന്നത് ഒട്ടും നല്ലതല്ല. കാരണം ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് കണ്ണിന് കുറച്ച് എരിച്ചിലുണ്ടാക്കുന്ന തരം ഉപയോഗിച്ചിട്ടുള്ളവർക്കറിയാം. അത് എഴുതുമ്പോൾ കുറച്ച് എരിച്ചിലുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. കഴിവതും ഡയറക്റ്റായിട്ട് കണ്ണിലേക്ക് ഒഴിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. കണ്ണിൻ്റെ ഈ മൂക്കിൻ്റെ അടുത്തുള്ള ഈ ഒരു അറ്റത്ത് പതുക്കെ ഓരോ തുള്ളിയായിട്ട് ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. അതിനേക്കാളും നല്ലത് ഞാൻ പറഞ്ഞു, ഇളനീർ കുഴമ്പ് അഞ്ജനമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് കണ്ണിൽ എഴുതുകയാണ് ചെയ്യേണ്ടത്.
നല്ല വൃത്തിയുള്ള കൈ ഉപയോഗിച്ച് അഞ്ജനമായിട്ട് കണ്ണെഴുതുന്നത് പോലെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഇളനീർ കുഴമ്പ്. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും അങ്ങനെ എഴുതുന്നതാണ് നല്ലത്. അതായത് കണ്ണിൽ ഒരു ഡ്രോപ്പ് ഇളനീർ കുഴമ്പ് എടുത്തിട്ട് കണ്ണെഴുതില്ലേ അതുപോലെ കണ്ണിൻ്റെ അകത്ത് എഴുതി കൊടുക്കുക. അപ്പോൾ അത്രയും ഒരുപാട് പെട്ടെന്നുള്ള ആ എരിച്ചിൽ കണ്ണിന് ഉണ്ടാവില്ല. പിന്നെ ഒരു കണ്ണിൽ എഴുതുന്ന കൈ കൊണ്ട് ഇപ്പുറത്തെ കണ്ണിൽ എഴുതരുത്. ഒരു കണ്ണിൽ വലത്തെ കൈ കൊണ്ടാണ് എഴുതുന്നതെങ്കിൽ മറ്റേ കണ്ണിൽ ഇടത്തെ കൈ കൊണ്ട് എഴുതുന്നതാണ് നല്ലത്. കാരണം ഒരു കണ്ണിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് മറ്റേ കണ്ണിലും കൂടെ വരാനായിട്ട് സാധ്യതയുണ്ടാവും. എപ്പോഴും കണ്ണിൽ മരുന്നുകൾ ഒഴിക്കുമ്പോൾ 2 കണ്ണിലും എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ കണ്ണിൽ അഞ്ജനം പോലെ എഴുതിയതിന് ശേഷം കണ്ണ് അടച്ചു പിടിക്കുക. നല്ല എരിച്ചിലുണ്ടാവും, ഒരിക്കൽ യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. അപ്പോൾ കണ്ണ് അടച്ചു പിടിക്കുക. കണ്ണ് ആ സമയത്ത് തിരുമാനൊന്നും പാടില്ല. ചെറിയൊരു ഇറിറ്റേഷൻ വരുന്ന പോലെ നമുക്ക് തോന്നും, പക്ഷെ കണ്ണ് തിരുമാനൊന്നും പാടില്ല. നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ പഞ്ഞി കുറച്ച് തണുത്ത വെള്ളത്തിൽ നനച്ച് അതിൻ്റെ മേലെ വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ കൂടുതൽ ഫലപ്രദമായിട്ട് ഇളനീർ കുഴമ്പ് ആക്ട് ചെയ്യുകയും ചെയ്യും. എല്ലാ പ്രായക്കാർക്കും ഒരു 10 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഇളനീർ കുഴമ്പ്. 10 വയസ്സിന് താഴെ ആ കുഞ്ഞുങ്ങൾക്ക് ആ എരിച്ചിൽ സഹിക്കാനുള്ള ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നെ സമയം രാവിലെ ആണെങ്കിൽ എഴുതുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് എഴുതിയാൽ മതി. 7 മുതൽ 8 മണി വരെയുള്ള സമയം. വൈകിട്ടാണ് നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ 4 മണി മുതൽ 5 മണി വരെയുള്ള സമയത്താണ് ഇളനീർ കുഴമ്പ് ഉപയോഗിക്കാൻ അഭികാമ്യമായ സമയം. നേരത്തെ ഞാൻ പറഞ്ഞ അസുഖങ്ങളൊന്നും ഇല്ല, ജനറൽ ഹെൽത്ത് കണ്ടീഷന് വേണ്ടിയിട്ട്, കണ്ണ് മറ്റു അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ എഴുതുന്നവർക്ക് ഒരു തുള്ളി വീതം 2 കണ്ണിൽ എഴുതുന്നതാണ് നല്ലത്. നമുക്ക് ഒന്നുകിൽ ദിവസേന എന്നുള്ള രീതിയിൽ ചെയ്യാം ദിനചര്യയുടെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ആഴ്ചയിൽ 1-2 തവണ ചെയ്യാം. പനി, ദഹനക്കേട്, ഉറക്കക്കുറവൊക്കെ ഉള്ളപ്പോൾ ഇളനീർ കുഴമ്പ് ഒഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നേരത്തെ പറഞ്ഞ അസുഖങ്ങളൊക്കെ ഉള്ളവർ ഒരു വൈദ്യനിർദ്ദേശാനുസരണം ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അവർക്ക് ഇളനീർ കുഴമ്പ് കൂടാതെ മറ്റ് മരുന്നുകളോടൊപ്പം ഇളനീർ കുഴമ്പ് യൂസ് ചെയ്യുമ്പോഴാണ് അത് കുറച്ചും കൂടി ഇഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടാനായിട്ട് സാധിക്കുക. പിന്നെ ദിവസവും ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ പോലും ഏതൊരു മരുന്നിനും നമ്മൾ പറയും ഒരു 21 days to 48 days അടുപ്പിച്ച് ഉപയോഗിച്ചതിന് ശേഷം ഒരു ചെറിയൊരു ബ്രേക്ക് എടുക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ആഴ്ചയിൽ 1-2 തവണയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്ത പക്ഷം 21 മുതൽ 48 ദിവസത്തിൻ്റെ എടുത്തിട്ട് പിന്നെ ഒരു കുറച്ച് ദിവസം ഉപയോഗിക്കാതെ പിന്നെ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് തിമിരം വരാതിരിക്കാനും അതുപോലെ റിഫ്രാക്റ്റീവ് എറേഴ്സ് ഒന്നും വരാതിരിക്കാനും അതൊക്കെ കുറേ കറക്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് ഇളനീർ കുഴമ്പ്. കാരണം ഈ ഒരു സമയത്ത് നമുക്ക് വിഷ്വൽ മീഡിയ കൂടുതൽ യൂസ് ചെയ്യുന്നത് കൊണ്ട്, മൊബൈൽ, ലാപ്ടോപ്സ്, TV ഒക്കെ കുഞ്ഞു കുട്ടികൾ മുതൽ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇതെല്ലാം വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും കണ്ണിന് നല്ല കുളിർമ കിട്ടാനും കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനൊക്കെ സാധിക്കുന്ന ഒന്നാണ് ഇളനീർ കുഴമ്പ്. പക്ഷേ അത് കറക്റ്റായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ ഒരുപാട് കണ്ണാണ്, അതുകൊണ്ട് ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒന്നും കൂടെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നവരെ ബൈ.